യേശുവേ നിൻ തിരുപാദം നമിച്ചേ, നീ മതിയേ. എപ്പോഴും നിന്നെ പാടി സ്തുതിച്ചാൽ ആനന്ദമേ. നല്ലവനേ, വല്ലഭനേ, ആരാധ്യനേ, നല്ലവനേ, വല്ലഭനേ, ആരാധ്യനേ, എന്തെന്തു ഭാരങ്ങൾ ജീവിതേ വന്നാലും നിന്നെ പിരിയുകില്ല. എൻ ജീവൻ നിന്നിൽ അർപ്പിക്കും നാഥാ, നിശ്ചയമേ. രക്ഷകനേ യേശുനാഥാ, ആരാധ്യനേ, രക്ഷകനേ യേശുനാഥാ, ആരാധ്യനേ. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നന്ദി കർത്താവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. കരുണയുള്ള നാഥാ, സ്വർഗീയ പിതാവേ, അതിമനോഹരമായ നല്ല ദിവസത്തിനായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അല്പസമയം ഉറങ്ങുവാനും ഉണർന്ന് കർത്താവിനെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാനും ഒരു നല്ല സമയം കൂടി ദാനമായി തന്നതോർത്ത് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുമായി കടന്നു വരുന്നു. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ ജീവിതങ്ങളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് ഇന്നുവരെയും ഞങ്ങൾക്ക് നല്ലവനായി വലിയവനായി കൂടെ ഇരുന്ന് സഹായിച്ചു. ഞങ്ങളുടെ സകല പ്രാർത്ഥനകൾക്കും മറുപടി തന്ന് ഞങ്ങളെ മാനിച്ച് ജയകരമായി നടത്തിയതൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് അങ്ങേ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഒക്കെ അവിടുന്ന് സഹായിക്കുന്നതോർത്ത് നന്ദി പറയട്ടെ കർത്താവേ. വീണ്ടും ഞങ്ങളുടെ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിക്കുകയാണ്. ഞങ്ങളെ ഉള്ളതുപോലെ അറിയുന്ന കർത്താവിൻ്റെ പാദപീഠത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ, മനസ്സ് തകർന്നവരെ അവിടെ വിടിയിക്കുന്ന ദൈവമാകിയാൽ പ്രാർത്ഥനാ വിഷയത്തിന് നടുവിലിറങ്ങണമേ നടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ കർത്താവ്, പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിലായിരിക്കുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. ഞങ്ങളുടെ കുടുംബത്തെയും തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി ചെയ്യുന്ന മക്കൾ, കുടുംബജീവിതത്തിലായിരിക്കുന്ന മക്കൾ, കൊച്ചു തലമുറകൾ, ഞങ്ങളായിരിക്കുന്ന ദേശം, ഞങ്ങൾ പാർക്കുന്ന ഭവനം, ഞങ്ങളുടെ ഉപജീവനമാർഗം എല്ലാം തമ്പുരാൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുകയാണ്. നാൾതോറും ഞങ്ങളുടെ ഭാരങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടേ, ഞങ്ങളങ്ങേ വാഴ്ത്തി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് വരെ ജീവനും ഭക്തിക്കും വേണ്ടുന്ന തന്ന് ഞങ്ങളെ കരുതി നടത്തിയ ദൈവം അവിടുന്ന് വീണ്ടും നടത്തുവാൻ സർവശക്തനാ. ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളിയെ കാത്തോണേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവകൃപയിൽ ആശ്രയിച്ച് പഠിക്കുവാൻ ഇടയാക്കണമേ. പ്രത്യേകിച്ച് പരീക്ഷയ്ക്കായി തയ്യാറെടുക്കുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവേ. റിസൾട്ട് കാത്തിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ എല്ലാ പരീക്ഷകളിലും കർത്താവ് കൂടെയിരിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് നടക്കുന്ന കർത്താവ് പരീക്ഷയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. എൻ്റെ കർത്താവ് ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം. ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കണം. നന്നായി പഠിച്ച് പരീക്ഷ എഴുതണം. നല്ല മാർക്കോടെ പാസ്സാകണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവ് അത്ഭുതം ചെയ്യും. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിരിക്കുന്നിടത്ത് എൻ്റെ അപ്പച്ചൻ ഇരിക്കും. അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിയും കൊടുക്കും. എൻ്റെ അപ്പച്ചൻ്റെ കരം അവരെ ചാർത്ത് പിടിക്കും. അതോർത്തടിയൻ നന്ദി പറയുന്നു കർത്താവ്. നിൽക്കേണ്ട ഇടത്ത്, സംസാരിക്കുന്ന ഇടത്ത്, എഴുതുന്ന ഇടത്ത് ഒക്കെ കർത്താപ്പച്ചൻ്റെ സാന്നിധ്യം വേണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ സഹായിച്ചാട്ട് കർത്താവ്. ദൈവമായ കർത്താവെ, ജോലി ആഗ്രഹിക്കുന്ന പൈതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ പേര് പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുകയാണ്. എൻ്റെ തമ്പുരാനവരോട് മനസ്സറിയണം. ജോലിയില്ലാതെ ഭാരപ്പെടുന്ന എല്ലാ മക്കൾക്കും ഉപജീവനമാർഗത്തിന് വഴിവാതിൽ സ്വർഗം തുറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, വിവാഹപ്രായമായ മക്കൾക്ക് തക്ക തുണയൊരുക്കണേ. അവരുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണേ. കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതിമാർക്ക് തലമുറ കൊടുത്ത് അനുഗ്രഹിക്കണമേ. ഗർഭിണികളായിരിക്കുന്ന മക്കളെ കാത്തോണേ കർത്താവേ. കടഭാരമുള്ള മക്കളുടെ പൂർണ്ണമായ അവരുടെ വിഷയം ഏറ്റെടുക്കണമേ ദൈവമേ. അവരെ അതിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭവനമില്ലാത്ത മക്കൾക്ക് തലചായ്പാൻ ഭവനം ഒരുക്കണമേ. ഭവനം പണിയുന്ന മക്കൾക്ക് അത് പൂർത്തീകരിച്ച് പാർക്കുവാനും ഭാഗ്യം ഒരുക്കണമേ കർത്താവേ. ശത്രു കാണാതെ മറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവെ, വിദേശ രാജ്യത്ത് കടന്നു പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വഴിവാതിൽ തുറന്നു കൊടുത്ത് മാനിക്കുമാറാകണം. യാത്ര പോകുന്ന എല്ലാ മക്കളെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഓരോ മക്കളുടെ യാത്രയിൽ കർത്താവ് കൂടെ ഇരിക്കണം. ദൈവമായ കർത്താവെ, PR ലഭിക്കേണ്ട ജീവിതത്തെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. അവിടുന്ന് എല്ലാ കാര്യവും ക്രമീകരിക്കണമേ കർത്താവെ. എൻ്റെ പൈതലിന് വേണ്ടി അത്ഭുതം ചെയ്യണമേ നടിയൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ കർത്താവെ, വീടിനോട് ചേർന്ന് പോകുവാനും വരുവാനുമുള്ള സൗകര്യസ്ഥാനത്തൊരു ജോലി ലഭിക്കേണ്ട മകനെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. എൻ്റെ ദൈവമേ, എൻ്റെ മക്കൾക്ക് അത് കരുതണമേ എന്ന് പ്രാർത്ഥിക്കും. അതുപോലെ ഓട്ടിസം ബാധിച്ച കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ, ദൈവം അവരെ നോർമലാക്കണമേ. അപ്പൻ്റെ കരം അവരെ പ്രവർത്തിച്ച് അവരുടെ സന്തോഷം പൂർണ്ണമാകുവാൻ തക്കണം. ആ മാതാപിതാക്കളുടെ കണ്ണുനീരിന് മറികടക്കാതെ സ്വർഗമാ കുഞ്ഞുങ്ങളെ വിടുവിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. പ്രത്യേകിച്ച് മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങൾ, എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, കരയുന്ന മാതാപിതാക്കളോട്, സഹോദരിമാരോട്, കുഞ്ഞുങ്ങളോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. മദ്യപാനികൾക്ക്, ഈ ലഹരിക്ക് അടിമപ്പെട്ടിരിക്കുന്നവർക്കൊരു മോചനം നൽകണമേ കർത്താവെ. അവർക്കൊരു മാനസാന്തരം നൽകണമേ. പൂർണ്ണമായും ഈ ലഹരി പദാർത്ഥം ഈ ലോകത്ത് നിന്ന് നീങ്ങിപ്പോവാൻ സ്വർഗമിടയാക്കണമേ. അതിനായി സ്വർഗമിറങ്ങി പ്രവർത്തിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. അധികാരികളോടൊക്കെ സ്വർഗമിറങ്ങി സംസാരിക്കണമേ കർത്താവെ. ഞങ്ങളുടെ ഭരണകർത്താക്കളോട് ഇടപെടണമേ. ഞങ്ങളുടെ ഭരണകൂടങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവെ. സുവിശേഷകരെയും വേലക്കാരെയും അനുഗ്രഹിക്കണമേ കർത്താവെ. കഷ്ടവും സങ്കടവും അനുഭവിക്കുന്ന ജീവിതങ്ങളോട് കരുണ തോന്നണമേ കർത്താവെ. ഹല്ലേലൂയ കർത്താവെ. ഈ സമയം ഹല്ലേലൂയ, കൂട്ടുകെട്ടിലകപ്പെട്ട വിദ്യാഭ്യാസം പൂർത്തീകരിക്കാതെ, ജോലി ചെയ്യാൻ മനസ്സില്ലാതെ, മാതാപിതാക്കളെ സ്നേഹിക്കാതെ, ആമേൻ, പലവിധ പ്രയാസ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുന്ന കുഞ്ഞുങ്ങളുണ്ട്. അവരെ ചൊല്ലി വേദനിക്കുന്ന മാതാപിതാക്കളുണ്ട്. തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. അടിയൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച ജീവിതങ്ങളെ ഉള്ളതുപോലെ കാണുന്നല്ലോ. സ്വർഗത്തിലെ ദൈവമേ, മാറ്റിമറിക്കുവാൻ അങ്ങയ്ക്ക് മാത്രമേ കഴിയുള്ളൂ കർത്താവേ. പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. വലിയവനായ ദൈവം തൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങളെ ചെയ്യുമാറാകണമെന്ന് അടിയൻ അങ്ങയോട് പ്രാർത്ഥിക്കുക കർത്താവേ. ഹല്ലേലൂയ. നന്ദി പിതാവേ, നന്ദി. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. കുടുംബജീവിതത്തിൽ പ്രവേശിച്ച മക്കളെ അനുഗ്രഹിക്കണേ. പുതിയ നന്മകളാൽ നിറയ്ക്കണേ കർത്താവ്. സമാധാനമില്ലാത്ത കുടുംബജീവിതമുള്ളവരുണ്ട് കർത്താവ്. ഒരു സ്വസ്ഥതയും അനുഭവിക്കാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ഭീതിയോടും ഭാരത്തോടും ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടുന്നവരുണ്ട് കർത്താവേ. അപ്പാ, നീ അവരോട് ഇടപെടണേ, സംസാരിക്കണേ കർത്താവേ. അവർക്കൊരു ശാന്തമായ ഒന്ന് ഉറങ്ങുവാൻ, സമാധാനമായി ഭക്ഷിപ്പാൻ ദൈവമായ കർത്താവ് സഹായിച്ചേ മതിയാകുമെന്ന് പ്രാർത്ഥിക്കുന്നു. രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെല്ലാം തിരുമുൻപാകെ ഏൽപ്പിക്കട്ടെ. ആശുപത്രി മുറികളിലും ICUയിലും CCUയിലും വെന്റിലേറ്ററിലും ഓപ്പറേഷൻ തിയേറ്ററിലും ഒക്കെ ആയിരിക്കുന്ന ജീവിതങ്ങളെ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിലുള്ളവർ, കുഴപ്പമുള്ളവർ, തൈറോയിഡുള്ളവർ, ആസ്മയുള്ളവർ, അലർജിയുള്ളവർ, ദുഃഖസംബന്ധമായ രോഗമുള്ളവർ, ശരീരമാസകലം അതിവേദനയും നീർഘട്ടമുള്ളവർ, മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവർ, ബ്ലീഡിങ്ങിനാൽ ഭാരമുള്ളവർ കർത്താവേ, ഫിക്സ് രോഗത്താൽ ഭാരപ്പെടുന്നവർ, വയറ്റിൽ മുഴിയാൽ ഭാരപ്പെടുന്നവർ, തലയ്ക്കകത്ത് വേദനയാൽ ഭാരപ്പെടുന്നവർ, ഉദരത്തിൽ പലവിധ രോഗാവസ്ഥകൾ കൂടി കടന്നു പോകുന്നവർ, ദൈവമായ കർത്താവേ, കാഴ്ചയില്ലാത്തൊരു, കേൾവിയില്ലാത്തൊരു, ഓർമ്മയില്ലാത്തൊരു, ബുദ്ധിയില്ലാത്തൊരു എല്ലാവരെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ സ്വർഗത്തിലെ അപ്പൻ്റെ സൗഖ്യം കാത്തു കിടക്കുന്ന തൻ്റെ മക്കളുടെ മേലെ ആണിപ്പഴുതുള്ള കരം നീട്ടി സൗഖ്യപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം വലിയവ ചെയ്യും. കഴിഞ്ഞ നാളുകളിൽ ഞങ്ങളെ വിടുവിച്ച ദൈവം, സൗഖ്യമാക്കിയ ദൈവം, എൻ്റെ പ്രിയപ്പെട്ടവരെ സൗഖ്യമാക്കുവാൻ ശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവ്. അടിയൻ മറന്നുപോയാൽ നീ മറക്കാത്ത ദൈവമാ കർത്താവ്. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട്, തളമുടിമുടിയൻ കൊഴിഞ്ഞു പോകുന്ന ജീവിതങ്ങളുണ്ട് കർത്താവ്. കാഴ്ചയില്ലാത്തവർ, കേൾവിയില്ലാത്തവർ, ഓർമ്മയില്ലാത്തവരൊക്കെ സമർപ്പിക്കുന്നു കർത്താവ്. എൻ്റെ അപ്പാ, നീയോട് മെല്ലമാകിയാൽ സ്തോത്രം ചെയ്യുന്നു കർത്താവ്. വേർപാണ്ട് ദുഃഖം അനുഭവിക്കുന്ന ജീവിതങ്ങളെയും സമർപ്പിക്കുന്നു. ആർക്കും കൊടുക്കാൻ പറ്റാത്ത സമാധാനം എൻ്റെ അപ്പൻ്റെ പക്കലുണ്ട്. സമാധാനത്തോടെ മുൻപോട്ട് ജീവിപ്പാൻ സഹായിച്ചാട്ടെ. ഞങ്ങളുടെ ദേശത്തെ അനുഗ്രഹിക്കണമേ. ഉണർവിൻ്റെ കാറ്റിനെ അയക്കണമേ. ആമേ, ഞങ്ങളുടെ ദേശത്തോട് മനസ്സലിയണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയും ജലപ്രളയത്തിൽ നിന്നൊക്കെ വിടുവിച്ചാട്ട് കർത്താവ്. ഇന്ന് പകൽക്കാലം പാപം കൂടാതെ ജീവിപ്പാൻ സഹായിക്കണം. ഞങ്ങളുടെ ഉപജീവനമാർഗ്ഗം വാഴ്ത്തി അനുഗ്രഹിക്കണം. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണം. കഷ്ടനഷ്ടം കൂടാതെ കാത്തുകൊള്ളുമാറാകണം. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കർത്താവ് കൂടെ ഇരിക്കണം. ഞങ്ങളുടെ വാഹനത്തെ കർത്താവ് നിയന്ത്രിക്കണം. വാഹനം ഓടിക്കുന്ന എല്ലാ മക്കളെയും കർത്താവ് കാത്തുകൊള്ളുമാറാകണം. പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച് ഏൽപ്പിക്കുകയാണ്. എല്ലാ നാമത്തിലും മേലായ നാമം എൻ്റെ യേശുവിൻ്റെ നാമം. ഈ നാമം ഉയരണം, ഈ നാമം വളരണം. എല്ലാ മുഴങ്കാലം എൻ്റെ കർത്താവിൻ്റെ സന്നിധിയിൽ മടങ്ങണം. എല്ലാ നാവും എൻ്റെ യേശു കർത്താവെന്ന് പറയണം. അതിനായി ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയെ കേട്ട ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം.